അതായത് ഫസ്റ്റ് നമ്മൾ നോർമലി ഇൻക്ലൂഡ് ചെയ്യുക. ഈ ഇതിന്റെ എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന ഡെസിമൽ നമ്പർ ഏത് ഇലക്ട്രോണിക് കൊടുക്കാത്തത്. പിന്നെ ഐ ലൂപ്പ് ഉള്ളതുകൊണ്ട് പിന്നെ നമ്മൾ ബൈനറി നമ്പറിന്റെ ഒരു അറേ ഉണ്ട്. ഇതിന്റെ അറേറ്റാണ് നമ്മൾ ഇടുന്നത്. ബൈനറി നമ്പറിന്റെ ഒരു ഏത് നമ്പറാണ് കൊടുക്കാത്ത വെച്ചിട്ട്. പക്ഷെ മിനിമം ഒരു 10 കൊടുക്കും. ബൈനറി നമ്പർ കൊടുക്കുമ്പോൾ മിനിമം ഒരു 10 കൊടുക്കണം നല്ലതായിരിക്കും. പ്രിന്റ് എൻ്റർ ഡെസിമൽ നമ്പർ ജസ്റ്റ് അത് നമ്മൾ സ്കാനപ്പ് വഴി നമ്മൾ ഇൻപുട്ട് കാണിക്കും. അത് 0 ആണെങ്കിൽ അതിന് ബൈനറി നമ്പർ ഇപ്പോൾ 0 ആയിരിക്കും. ഡെസിമൽ നമ്പറിന്റെ നമ്പർ 0 ആണ്. ഡെസിമൽ നമ്പർ 0 ആണെങ്കിൽ അതിന് ബൈനറി നമ്പർ ഓട്ടോമാറ്റിക് 0 ആയിരിക്കും. ഇങ്ങനെയാണ് ഇതിന്റെ കൺവേർഷൻ. പിന്നെ നെക്സ്റ്റ് അതായത് 0 അല്ലാത്തൊരു ഇത് ടൈമില് ആ ബൈനറി നമ്പറിന്റെ ഫസ്റ്റ് എലമെന്റ്, ബൈനറി നമ്പറിന്റെ DNS എന്ന് പറയുമ്പോൾ അതായത് ഫസ്റ്റ് എലമെന്റ് ആയിട്ട് മോഡുലർ ഡിവിഷൻ 2. ഈ മോഡുലർ ഡിവിഷൻ 2 കിട്ടുമ്പോൾ നമുക്ക് ഏത് നമുക്കൊരു 1 അല്ലെങ്കിൽ 0 എന്നുള്ള വാല്യൂ കിട്ടുള്ളൂ. കാര്യം സപ്പോസ് 5 ആണെങ്കിൽ 5 നമ്മൾ മോഡുലർ ഡിവിഷൻ 2 ചെയ്ത് കഴിഞ്ഞു. കോഷ്യന്റ് ആയിട്ട് മോഡുലർ 2 കിട്ടും. അതായത് റിമൈൻഡർ ആയിട്ട് 1 വരും. അതൊരു ഫസ്റ്റ് 1 വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഈ ഇതിന്റെ വാല്യൂ എന്ന് പറയുമ്പോൾ 1 വരും. അത് കഴിഞ്ഞിട്ട് നമ്മൾ n = 10/2. അതായത് നമ്മൾ n ഡിവൈഡ് ചെയ്യണം 2 വെച്ച്. അതായത് നെക്സ്റ്റ് എലമെന്റ് കിട്ടാൻ വേണ്ടി. നെക്സ്റ്റ് എലമെന്റ് കിട്ടുമ്പോൾ അതായത് 4ന്റെ ഒരു 2ലേക്ക് വരും. 2ന്റെ വീണ്ടും ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ i പ്ലസ് പ്ലസ് നെക്സ്റ്റ് എലമെന്റിലേക്ക് വരാൻ. അതായത് ഈ ബൈനറി അറേയുടെ ഫസ്റ്റ് കോളത്തിന്റെ അകത്ത് നമ്മൾ 1 എന്നുള്ള സ്ഥാനം ഇട്ടു. സെറ്റ് അപ്പൊ അതിൽ ഇതിന്റെ അകത്ത് തന്നെ വീണ്ടും ഒന്ന് ഇട്ട് കഴിഞ്ഞാൽ ഓവർ റൈറ്റ് ആയി പോയി. അപ്പൊ അതിന് പകരം i പ്ലസ് സെക്കൻഡ് ബ്ലോക്കിലേക്ക് സെക്കൻഡ് ക്ലോസിലേക്ക് മാറും. അപ്പൊ അതിലേക്ക് നമ്മൾ നെക്സ്റ്റ് എലമെന്റ് ഇട്ടു. പിന്നെ പ്രിന്റ് അതിന് അത് അങ്ങനെ ലൂപ്പ് കണ്ടിന്യൂ ചെയ്യണം. പിന്നെ പ്രിന്റ് ബൈനറി = നമ്മൾ എടുത്തിട്ട് ഇൻഡ് j = i - 1 ബാക്കിൽ നിന്നുള്ള -1 വരെ j > 0 ആണെങ്കിൽ നോക്കണം. സോറി അല്ല, j > 0 എന്ന് പറയുമ്പോൾ അതിന്റെ ഫൈനൽ ടേം വരെ തീരണ അവിടെ വരെയാണ്. പിന്നെ j - എന്ന് പറയുമ്പോൾ നമ്മൾ ബാക്കിൽ നിന്നാണ് വരുന്നത്. നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ ബാക്കിൽ നിന്നാണ് ഇങ്ങനെ എഴുതുന്നത്. നോർമലി ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് വരുമ്പോൾ നോർമലി ഇങ്ങനെ ഒരു ഡെസിമൽ നമ്പർ /2 റിമൈൻഡർ ചെയ്തു, /2 റിമൈൻഡർ ചെയ്തു. അങ്ങനെ ചെയ്ത് നമ്മൾ ലാസ്റ്റ് വരുമ്പോൾ നോർമലി ഈ ബൈനറി നമ്പർ നമ്മൾ എടുക്കുന്നത് വീണ്ടും നമ്മൾ റിവേഴ്സിന് ഓർഡറിലായിട്ട്. അതാണ് j-. പിന്നെ പ്രിന്റ് ചെയ്യണം. ഈ സെയിം സാധനം പ്രിന്റ് ചെയ്യണം. റിട്ടേൺ 0 കൊടുക്കും. കേസ് ക്ലോസ് ചെയ്യും. അതാണ് അതിന്റെ പ്രോബ്ലം. അതിന്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വേറെ നമ്പർ 10 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 10 അതായത് 10/2 റിമൈൻഡർ വരും 5 വരും. അപ്പോൾ ഇവിടെ 0 കൊടുക്കണം. ബാക്കിൽ നിന്ന് വന്നത് ഇവിടെ 0 കൊടുക്കും. 10/2 എന്ന് പറയുമ്പോൾ 5 വരും. 5ന്റെ പിന്നെ റിമൈൻഡർ ഒന്നുമില്ല, അപ്പോൾ 0 കൊടുക്കണം. 5/2 അവിടെ 2 വരുന്നു. പക്ഷെ അവിടെ ഒരു റിമൈൻഡർ 1 ഉണ്ട്. 5/2 റിമൈൻഡർ 1 വരും. അത് കഴിയുമ്പോൾ പിന്നെ 2 ആണ്. 2/2 0 ആണ്. അപ്പോൾ 0 വരും. 2/2 താഴെ വീണ്ടും ഒരു 1 കിടക്കുന്നുണ്ട്. ആ 1 കിടക്കുന്നുണ്ട്. പിന്നെ 1 0 1 0 റിവേഴ്സ് ഓർഡർ നമ്മൾ നമ്പേഴ്സ് എഴുതും. അങ്ങനെയാണ് ഇതിന്റെ ലോജിക്.